عليكم ورحمة الله وبركاته. بسم الله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق. ഹബീബിന്റെ ശരീരത്തിന്റെ പ്രകൃതി നല്ല ഭംഗിയുള്ള വട്ടമുഖം, ആ മുഖത്തിനനുസരിച്ച നല്ല സുന്ദരമായ താടി, നല്ല വട്ടത്തിലുള്ള താടി, ആ താടിയുടെ രോമങ്ങൾ വരെ പണ്ഡിതന്മാര് രേഖപ്പെടുത്തിപ്പോയി. ഇങ്ങനത്തെ ഒരു നേതാവ് ലോകത്തുണ്ടോ? ഈ നേതാവിന്റെ താടിയുടെ രോമങ്ങൾ എത്രയാണെന്ന് ചരിത്രത്തിൽ രേഖയുണ്ട്. 1,24,000 രോമങ്ങളാണ് ഹബീബിന്റെ താടി രോമത്തിലുണ്ടായിരുന്നതെന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. ആ താടി രോമത്തിൽ നിന്ന് തന്നെ വെറും 23 രോമങ്ങൾ മാത്രമാണ് നരച്ചു പോയതെന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. എന്തൊരു വലിയ നേതാവാണ് സഹോദരന്മാരെ! ഇത്രയും കിറുകൃത്യമായി ഹബീബിന്റെ സർവ്വതും രേഖപ്പെട്ട് കിടക്കുകയാണ്. ഇങ്ങനത്തെ ഒരു നേതാവ് ഭൂമി ലോകത്ത് വേറെ ആരാണുള്ളത്? നേതാക്കന്മാരെ സംബന്ധിച്ച് നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്യും. പല നേതാക്കന്മാരും ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. എന്നാൽ അവരെ സംബന്ധിച്ചുള്ള സ്മരണികകളും പുസ്തകങ്ങളും വായിക്കുമ്പോ അവർ പഠിച്ചു വളർന്നതും അവർ ജീവിച്ച് അവരുടെ ജീവിതകാലത്ത് നടന്ന ചില സംഭവ വികാസങ്ങളിലും ഒതുങ്ങി അവരുടെ വഫാത്തിൽ അവസാനിക്കുന്ന രംഗങ്ങളാണ്. അത് മുസ്ലിങ്ങളായാലും അമുസ്ലിങ്ങളായാലും ഈ ലോകത്ത് കഴിഞ്ഞുപോയ നേതാക്കന്മാരുടെ ചരിത്രമെങ്കിൽ ഹബീബുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുമ്പോ അവിടുത്തെ സംബന്ധിച്ച് ചർവണം നടത്തുമ്പോ സർവ്വതും ചരിത്രത്തിൽ രേഖയാണ്. അതാണ് നേതാവിന്റെ പവർ. അതുകൊണ്ടാണ് ഹബീബിനെ സംബന്ധിച്ച് ലോകത്തിന്റെ നേതാവെന്ന് പരിചയപ്പെടുത്തുന്നത്. റഹ്മത്തുല്ലിൽ ആലമീൻ സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. തീർന്നില്ല സഹോദരന്മാരെ, ഹബീബിന്റെ കണ്ണ് സാധാരണ കണ്ണല്ല, നമ്മുടെ കണ്ണ് പോലെയല്ല. നമുക്കുള്ളത് തന്നെ പലപ്പോഴും കാണാൻ സാധിക്കുന്നില്ല. ഈ ലൈറ്റ് എന്റെ കണ്ണിലേക്ക് അടിക്കുന്നത് കൊണ്ട് എനിക്ക് സദസ്സ് പൂർണ്ണമായും കാണാൻ കഴിയുന്നില്ല. എനിക്ക് കണ്ണുണ്ട്, അതിന്റെ മുകളിൽ ഒരു കണ്ണടയുമുണ്ട്. അതുമുണ്ടായിട്ട് പോലും എനിക്ക് സദസ്സ് കാണാൻ സാധിക്കുന്നില്ല. എന്നാൽ ഹബീബിന്റെ കണ്ണിന്റെ പവർ എത്രയാണ്! ആ കണ്ണുകൊണ്ട് മുന്നിലേക്ക് കാണുന്നത് പോലെ ബേക്കിലേക്കും കാണാം. അവിടുന്ന് നിസ്കരിക്കുന്ന സമയത്ത് ബേക്കല സൊഫുകളിൽ ആരെങ്കിലും ആരാധനകളിൽ വല്ല പാളിച്ചകളും സംഭവിച്ചാൽ ഹബീബ് നിസ്കാരം കഴിഞ്ഞാൽ അത് തിരുത്തി കൊടുക്കുന്നു. ഹബീബിന് മുന്നിലേക്ക് കാണുന്നത് പോലെ ബേക്കിലേക്ക് കാണാൻ കഴിയുന്നു. അങ്ങനത്തെ പവറുള്ള കണ്ണാണ് റസൂലുള്ളാഹിയുടെ കണ്ണ്. മാത്രവുമല്ല, ഈ ഭൗതിക ലോകത്ത് വെച്ച് അന്ധകടാഹങ്ങളെ മുഴുവനും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കാണാൻ ഈ ഭൗതിക ലോകത്ത് ഒരു കണ്ണിനിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കണ്ണിനിക്കാണ്. വലിയ വലിയ പ്രവാചകന്മാരിൽ പലരും അല്ലാഹുവിനെ കാണാൻ വേണ്ടി കെഞ്ചി ആവശ്യപ്പെട്ടു. മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിനെ സംബന്ധിച്ച് അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള ആ വലിയ മഹത്വം കേട്ട സമയത്ത് അല്ലാഹുവിനെ കാണാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോ അല്ലാഹു പറഞ്ഞു, മൂസാ നിനക്കെന്നെ കാണാൻ സാധിക്കില്ല. മൂസാ നബി നിർബന്ധിപ്പിച്ച് ആവശ്യപ്പെട്ടപ്പോ അല്ലാഹു പറഞ്ഞു, മൂസാ തൂരി സീനാ പർവ്വതത്തിലേക്കൊന്ന് വരൂ, അവിടെ ഞാൻ പ്രത്യക്ഷപ്പെടാം. മൂസാ നബി ചെന്നു. അല്ലാഹുവിന്റെ കോടാനു കോടി പ്രകാശത്തിന്റെ അംശങ്ങളിൽപ്പെട്ട ചെറിയ ഒരു അംശം തുരിസീനാ പർവ്വതത്തിന്റെ മുകളിൽ ചെറിയ നിലക്കൊന്ന് പ്രത്യക്ഷപ്പെട്ടപ്പോഴേക്ക് മൂസാ നബി അലൈഹിസ്സലാം ആ പ്രകാശത്തിനെ ഉൾക്കൊള്ളാൻ കഴിയാതെ ബോധരഹിതനായി വീണുപോയെങ്കിൽ
ലോകത്ത് വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അങ്ങോട്ടും ഇങ്ങോട്ടും മുഖാമുഖം കാണാൻ ഭാഗ്യം ലഭിച്ച ഒരേ ഒരു വ്യക്തിത്വത്തിന്റെ ഉടമ, അത്രയും വലിയ പവറുള്ള കണ്ണിന്റെ ഉടമ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. അവിടുത്തെ കണ്ണ് സാധാരണ കണ്ണാണോ? ഹബീബിനെ സംബന്ധിച്ച് സാധാരണ മനുഷ്യരാണെന്ന് നായികക്ക് 40 വട്ടം കവലകളിൽ ആക്കറയിട്ട് മൂക്കറയിട്ട് പ്രസംഗിക്കുന്ന മൗലവി പാതിരിമാരോട് ചോദിക്കാനുള്ള ചോദ്യമാണ്. ഹബീബിനെ കാണാൻ, അള്ളാഹുവിനെ കാണാൻ അള്ളാഹു പവർ കൊടുത്ത കണ്ണ് അള്ളാഹുവിന്റെ ഹബീബിന്റെ കണ്ണ് മാത്രമേ ഉള്ളൂ. വേറെ ആർക്കാണ് അള്ളാഹു അതിന് ഭാഗ്യം കൊടുത്തത്? നേരിട്ട് കണ്ട് സംഭാഷണം നടത്തി റബ്ബ് തിരിച്ചു പോന്നു. അവിടുത്തെ കണ്ണിന് യാതൊരു പോറലുമേറ്റില്ല. അതാണ് അള്ളാഹുവിന്റെ ഹബീബിന്റെ കണ്ണ്. അള്ളാഹുവിനെ കാണാൻ അവിടുത്തേക്ക് ഭാഗ്യം ലഭിച്ചു. മാത്രവുമല്ല സഹോദരന്മാരെ, അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ആ തങ്ങൾക്കുള്ള ഓരോന്നിനെ സംബന്ധിച്ചും നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ആ ഹബീബിന്റെ കണ്ണെപ്പോഴും സുർമയിട്ട രൂപത്തിലാണ്. സുർമ ഇട്ടിട്ടില്ലെങ്കിലും സുർമയിട്ടതുപോലെയാണ്. സുർമയിടൽ സുന്നത്തുള്ള കാര്യമാണ്. ഹബീബിന്റെ ചര്യകളിൽ പെട്ടതാണ്. കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുന്നു, പിന്നാരെ ഹബീബിന്റെ ചര്യയിൽപ്പെട്ടതാണ് സുർമയിടുക എന്നുള്ളത്. ചില സ്ത്രീകള് ഒന്നായിട്ട് കൺമഷി വാരി തേച്ചിട്ട് മുഖം ഒന്നായിട്ട് എരപ്പാക്കും. അത് ഇസ്ലാമിന്റെ ചര്യയല്ല. ഇസ്ലാമിന്റെ ചര്യയാണ് സുർമയിടുക എന്നുള്ളത്. അത് കണ്ണിന് തെളിച്ചം കിട്ടാനും കണ്ണിന്റെ കാഴ്ച ശക്തിക്കും അതേപോലെ തന്നെ പലതിനും നല്ലതാണ് ഈ കണ്ണിൽ സുർമയിടുക എന്നുള്ളത്. സുർമയിടുമ്പോ ഹബീബിന്റെ സുന്നത്താണ് എന്നും കൂടെ കരുതിയിട്ടാൽ അതിന് സുന്നത്തിന്റെ കൂലിയും ലഭിക്കും. അല്ലാഞ്ഞാൽ കണ്ണിന് തെളിച്ചം കിട്ടും, സുന്നത്തിന്റെ കൂലി കിട്ടൂല. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക, സുർമയിടാൻ വേണ്ടി നമ്മളൊക്കെ ശ്രദ്ധിക്കുക. പല ആളുകളും ടെക്സ്റ്റൈൽസിലൊക്കെ കയറുമ്പോൾ അതല്ലെങ്കിൽ തുണിക്കടകളിലൊക്കെ കയറുമ്പോൾ ഉള്ള സാധനങ്ങൾ മുഴുവനും വില പിടിപ്പുകളൊക്കെ വാങ്ങും. ഒരു 10 രൂപന്റെ സുർമക്കുപ്പി വാങ്ങാൻ പലരും പിശുക്ക് കാണിക്കാറുണ്ട്. അങ്ങനെ പിശുക്കരുത്. നമ്മൾ സുന്നത്തിനൊക്കെ നമ്മൾ മുൻപന്തിയിൽ ഉണ്ടാകണം. അതേപോലെ നല്ല വിലപിടിപ്പുള്ള ജീൻസ് പാന്റും നല്ല ടൈറ്റ് ഫിറ്റ് പാന്റും നല്ല ബനിയനും അതേപോലെ നല്ല ഷർട്ടും എല്ലാം നമ്മൾ വാങ്ങും. ഒരു 10 രൂപയുടെ ടവല് വാങ്ങാൻ നമുക്ക് വല്ലാത്ത പിശുക്കാണ്. എന്നിട്ട് പള്ളിയിൽ ചെന്നിട്ട് പള്ളിയിലുള്ള തൊപ്പി ഇങ്ങനെ തരിക. അതിങ്ങനെ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിയിട്ട് ഓട്ടായതും അങ്ങോട്ട് പോയതും ഇങ്ങോട്ട് പോയതും അതിങ്ങനെ ആളുകൾ ഇട്ടിട്ടിട്ട് അതിന്റെ വാസനൊക്കെ വല്ലാതെ ദുർഗന്ധമുള്ള വാസന ആയിട്ടുണ്ടാകും. മൂക്കന്റെ സമീപത്തേക്ക് അടുപ്പിക്കാൻ പോലും കഴിയൂല. അങ്ങനത്തെ തൊപ്പിയാവും പള്ളിയിൽ ഉണ്ടാകുക. ആ പള്ളിക്കും വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്ന സ്വഭാവമാണ്. അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്ന നമ്മൾ ഹബീബിന്റെ സുന്നത്തുകൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കണം. അതിൽപ്പെട്ടതാണ് തലമറക്കൽ. ഒരു തൊപ്പി എപ്പോഴും കയ്യിൽ കൊണ്ടു നടക്കുക. ഒന്നുമില്ലെങ്കിൽ എപ്പോഴും ഇടുന്നില്ലെങ്കിൽ നിസ്കരിക്കുന്ന സമയത്തെങ്കിലും എന്റെ സ്വന്തം ടവല് എന്റെ സ്വന്തം തൊപ്പി കൊണ്ട് എനിക്ക് തലമറക്കാൻ സാധിക്കണമെന്ന നിർബന്ധ ബുദ്ധി സഹോദരന്മാരെ നമുക്കുണ്ടാകണം. അതുപോലെ സുന്നത്തിന്റെ കാര്യം പറഞ്ഞാൽ ഒരുപാട് പറയാനുണ്ട്. താടി വെക്കൽ ഹബീബിന്റെ സുന്നത്താണ്. ഇപ്പൊ ചില ആളുകൾക്കൊക്കെ ഒരു താടി വെക്കൽ ഇവിടെ ഇങ്ങനെ ഒരു വരട ഇവിടെ ഇങ്ങനെ വരും. പിന്നെ ഒരു കൃതാവ് വെക്കുന്ന സ്വഭാവം ഉണ്ട്. അങ്ങനെ ഊരി വീണാൽ കാല് ഓട്ടായിപ്പോ അങ്ങനത്തെ കൃതാവ്. ഇങ്ങനെ എല്ലാ നിലക്കും പാശ്ചാത്യ ആളുകളെ അനുകരിക്കുന്ന രൂപത്തിലേക്ക് നമ്മുടെ ചെറുപ്പക്കാരൊക്കെ മാറിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഹബീബിനെ സ്നേഹിച്ച് ഇത്തരം പരിപാടികൾ നടത്തലും മൗലിദോദലും ബുറുദ പാടലും നബിദിന റാലികൾ നടത്തലും അന്നദാനൊക്കെ പുണ്യമുള്ളത് തന്നെ. അതോടൊപ്പം ഹബീബിന്റെ ചര്യ മുറുകെ പിടിക്കാൻ നമ്മൾ തയ്യാറാകണം. എങ്കിലേ ഇതുകൊണ്ട് അതിൻ്റെതായ അർത്ഥത്തിലുള്ള വിജയവും അതിന്റെ പുണ്യവും നമുക്ക് ലഭിക്കുകയുള്ളൂ എന്നുള്ള കാര്യവും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മളൊക്കെ ഇത് വേണമെന്ന് പറയുന്നവരാണ്. വേണമെന്ന് പറയുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ എതിർക്കാൻ വേണ്ടി മാത്രം വാശിക്ക് ചെയ്യുന്നവരാകരുത്. മറിച്ച് ഈ സുന്നത്തുകളെ മുറുകെ പിടിക്കുന്നവർ കൂടിയാകണം. മറ്റുള്ള ആളുകൾ ഉള്ളിലൂടെ ഹബീബിനോട് വല്ലാത്ത വിദ്വേഷം വെച്ച് പുലർത്തുന്നവരാണ്. നമുക്ക് അവരുടെ മദ്ഹൂർ റസൂൽ പ്രഭാഷണം എന്നൊക്കെ പോസ്റ്ററൊക്കെ കാണുമ്പോൾ ഇവർക്കെന്താ ഹബീബിനോട് വല്ലാത്ത വിരോധമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ നമ്മൾ തോന്നിപ്പോകും. പണ്ടൊരു ചങ്ങായി ഒരു ഹോട്ടലിൽ കയറി. ഹോട്ടലിൽ ചായ കുടിക്കാൻ വേണ്ടി കയറി. എന്നും ഹോട്ടലിൽ കയറാറുണ്ട് ഒരാൾ. അങ്ങനെ സാധാരണ കയറുന്ന സമയത്ത് അവിടെ സപ്ലൈ ചെയ്യുന്ന ഒരു ചെറിയ കുട്ടിയുണ്ട്. ആ കുട്ടിയെ ഇയാൾ കയറുന്ന സമയത്തൊക്കെ മണ്ട മണ്ട എന്നാ വിളിക്കുക. മണ്ട അല്ലെങ്കിൽ പൊട്ട എന്നാണ് ഇയാളെ വിളിക്കാറുള്ളത്. ഈ കുട്ടിയെ സപ്ലൈ ചെയ്യുന്ന ആളോട് ഇയാൾ കയറിയ ഉടനെ പറയും, മണ്ട ഒരു ചായ വരട്ടെ, മണ്ട ഒരു കടി വരട്ടെ. ഇതൊക്കെ ഈ കുട്ടി ഇങ്ങനെ കേൾക്കും. അങ്ങനെ ഈ മണ്ട മണ്ട എന്നുള്ള വിളി എപ്പോഴും വിളിച്ചപ്പോ ഈ വിളിക്കുന്ന ആൾക്ക് തോന്നി, ഞാനിത് ഇങ്ങനെ വിളിച്ചിട്ട് ഈ കുട്ടിക്ക് യാതൊരുവിധ പ്രതികരണവും ഇല്ലല്ലോ, വല്ലാത്തൊരു അനുസരണമുള്ള കുട്ടി തന്നെ കേട്ടോ ഈ കുട്ടി, യാതൊരുവിധ പ്രതികരണം എന്നോട് ഈ കുട്ടി കാണിക്കുന്നില്ലല്ലോ എന്ന് മനസ്സിലാക്കിയിട്ട് ഒരു ദിവസം ഇയാൾ പറഞ്ഞു, ഇനി മുതൽ ഞാൻ നിന്നെ മണ്ട എന്ന് വിളിക്കുകയില്ല. ഉടനെ തന്നെ കുട്ടി പറഞ്ഞു, ഇനി മുതൽ ഞാൻ നിങ്ങൾക്ക് തരുന്ന ചായയിൽ തുപ്പുകയുമില്ല.
ഈ കുട്ടി കൊടുക്കുന്ന ചായയിൽ എന്നും ഇയാൾക്ക് തുപ്പിയായിട്ട് കൊടുക്കുന്നത്, പക്ഷെ ഇയാളിത് അറിയുന്നില്ല. എന്നതുപോലെ ഹബീബിനോടുള്ള വിദ്വേഷം അത് മനസ്സിന്റെ ഉള്ളിൽ വെച്ച് പുലർത്തുന്ന ഒരുപാട് ആളുകൾ നമ്മോട് വല്ലാതെ ഐക്യത്തിൽ നമുക്ക് കാണുമ്പോൾ നല്ല പുഞ്ചിരി, ആ പാൽ പുഞ്ചിരിയൊക്കെ കൊണ്ട് കാണുമ്പോൾ നമുക്ക് തോന്നിപ്പോകും സുബ്ഹാനല്ലാഹ് ഇവര് ഹറമെന്ന് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്ത ആളുകളാണെന്ന്. എന്നാൽ ഹബീബിനോട് വല്ലാത്ത വിദ്വേഷം മനസ്സിൽ വെച്ച് പുലർത്തുന്ന ആളുകളാണ് ഉള്ളിൽ. അത് നമ്മൾ അറിയാതെ പോകരുത് എന്ന് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്.